ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തഹിയ എന്ന ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അതിനൊരു പേര് പ്രഖ്യാപിക്കണം, ഒരു നാമം നൽകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ ആ വിഷയം ഏൽപ്പിക്കുകയും സയ്യിദുൽ ഉലമ ഒരു രാത്രി കൊണ്ട് മഹാന്മാരായിരിക്കുന്ന തൻ്റെ ഉസ്താദന്മാരായിരിക്കുന്ന മഹാന്മാരിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കുകയും അതിൽ പ്രഗത്ഭരും പ്രശസ്തരും ഷെയ്ഖുനായുടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ഷെയ്ഖുമായ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഖുദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ ഹദറത്തിലേക്ക് ആ പേര് നിർദ്ദേശിക്കാൻ വേണ്ടി മെസ്സേജ് കൊടുത്തപ്പോൾ ഒരു രാത്രി കൊണ്ട് അദ്ദേഹം ആലോചിച്ച് പിറ്റേന്ന് രാവിലെ മുഷാവറയിൽ അനുവാദം കൊടുക്കുകയാണ്. അതിന് നമുക്ക് തഹിയ്യ എന്നുള്ള പേരിടാമെന്ന്. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്, അതിനൊരുപാട് ആശയങ്ങളുണ്ട് എന്നൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ സെക്രട്ടറി MT ഉസ്താദ് കഴിഞ്ഞ ദിവസം ഷംസുൽ ഉലമയുടെ ഉറൂസിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് താൽക്കാലികം പോകുന്നില്ല. എന്നാൽ നമ്മുടെ കേരളക്കരയിൽ വ്യത്യസ്തമായ സുന്നി സംഘടനകളും അതുപോലെ തന്നെ സുന്നി ആശയ പ്രചാരകരും ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ തഹിയ്യ എന്ന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുത്താൽ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ 100% അനുസരിക്കുന്ന അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ ഫണ്ട് ശേഖരിക്കാൻ, അതിൽ ഫണ്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ യാതൊരു തർക്കമില്ല. അങ്ങനത്തെ ഖാലിസീങ്ങളായ മുഖ്ലിസീങ്ങളായിരിക്കുന്ന മുഹിബ്ബീങ്ങളായിരിക്കുന്ന പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ വാക്താക്കളായിരിക്കുന്ന ആളുകൾ അവരെ കൊണ്ട് കഴിവിന്റെ പരമാവധി കൊടുക്കുന്ന 100ഉം 200ഉം 300ഉം 500ഉം കൊടുത്ത് അരക്കോടി രൂപയിലധികം 24 മണിക്കൂർ കൊണ്ട് സമാഹരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെയാണ് മുസ്ലിം സമുദായം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സന്ദർഭം 5 വഖത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്തും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ദുറാത്തിട്ട് ഓടിക്കളയും, അള്ളാഹുവിന്റെ നാമം കേൾക്കുന്നവിടത്ത് നിന്ന് ഓടിക്കളയും എന്ന് ഹദീസുകൾ നമുക്ക് രേഖപ്പെടുത്തി കാണുന്നു. അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ അക്കോത്തങ്ങൾ എന്ന് പറയപ്പെടുന്ന മാനദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതം 2023, 2024, 2025 അതിൻ്റെ ലോഞ്ചിങ്ങും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പ്രചാരണവുമായി കൊണ്ട് നമ്മുടെ മക്കൾ രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി വോയിസുകളും മെസ്സേജുകളുമായിട്ട് പലരിലേക്കും ചാരിയും ചാരാതെയുമായിട്ട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കി. പക്ഷേ ഓരോ വർഷവും അതിങ്ങനെ ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ താൽക്കാലികം അതിൽ നിന്ന് വാക്കുകളെ കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടും ചടച്ച് മാളത്തിലൊളിച്ചു. അതിനുശേഷം വർഷം തോറും നടന്നു വരുന്ന സഹചാരിയെ സംബന്ധിച്ചും അദ്ദേഹം വോയിസ് ഇട്ടിട്ടത് തൂഫാനാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. പക്ഷേ ജനങ്ങൾ അത് ഏറ്റെടുത്തു. അതിനുശേഷം ജാരിയ ഫണ്ട് വന്നു. നമ്മുടെ പ്രവർത്തകർ പോലും ഈ ഒരു അന്തരീക്ഷത്തിൽ കാര്യമായി ഒന്നും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ജാരിയ ഫണ്ട് പ്രവർത്തകരുടെ കണ്ണും മനസ്സും കൽബും നിറയുന്ന രൂപത്തിൽ വിശ്വാസി സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് കോടികൾ സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പൊ ഇതാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഹത്തായിരിക്കുന്ന പരിപാടിയിൽ മതപഠന ക്ലാസ്സുകളുണ്ട്, ക്യാമ്പുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, പൊതുപരിപാടികളുണ്ട്, പലതുമുണ്ട്. അതിന് ലക്ഷങ്ങൾ നമുക്ക് ചെലവും ഉണ്ട് താനും. ഇത് കാലേ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഫണ്ട് സമാഹരണം തുടങ്ങി. അതാണല്ലോ തഹിയ്യ. ഇതിന്റെ മെസ്സേജ് വന്ന ഉടനെ നമ്മുടെ അക്കോത്തങ്ങളുടെ വോയിസ് ഇതുമായി കൊണ്ട് ആരും സഹകരിക്കേണ്ടതില്ല, മദ്രസ മാനേജ്മെന്റ് സഹകരിക്കേണ്ടതില്ല, കുട്ടികൾ സഹകരിക്കേണ്ടതില്ല, നമ്മുടെ ഖാലിസീങ്ങളായ മുഖ്ലിസീങ്ങളായ എന്താ പറയാ പാരമ്പര്യം, അതാണ് മൂപ്പർക്ക് പറയാം, പാരമ്പര്യത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവർ അതുമായി സഹകരിക്കാൻ. ഏതാണ് തങ്ങളെ പാരമ്പര്യം? ഈ പാരമ്പര്യമൊക്കെ കഴിഞ്ഞ വോയിസിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാരമ്പര്യം എന്താണ്? മുടക്കാൻ എന്ന പാരമ്പര്യമായിരിക്കും. കാരണം കുറച്ച് വർഷമായപ്പോൾ തുടങ്ങിയിട്ട് മുടക്കണ പാരമ്പര്യമായിരിക്കും അല്ലേ? എന്നാൽ മുടക്കികളായിരിക്കുന്ന മുടക്കടികളുടെ പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ജാരിയയും അതുപോലെ തന്നെ കഴിഞ്ഞ സഹചാരിയും അതിൻ്റെ മുമ്പുകൾ കഴിഞ്ഞു പോയ വർഷങ്ങളോളം കഴിഞ്ഞു പോയതായിരിക്കുന്ന സുപ്രഭാതം പത്രത്തിൻ്റെ
സമാഹരണങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് എന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സമുദായത്തിലേക്ക് ഈ മെസ്സേജ് കൊടുക്കുന്നത്. ഇന്നാൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആരും കൊടുക്കരുത്. ഇന്നാൾ ചെയ്തിട്ടില്ല. ഇത് കാരണമായി ആ മഹാനുഭാവനെ ജനമധ്യത്തിൽ, സമൂഹമധ്യത്തിൽ താറടിച്ച് സമൂഹമധ്യത്തിൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം സമുദായം, ഒരു പറ്റം ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ വേദന തോന്നുകയാണ്. കാരണം ആ ഒരു വലിയ മഹത്തായിരിക്കുന്ന തറവാട് ഞങ്ങളൊക്കെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അവിടുത്തെ പാരമ്പര്യത്തെയും അവിടുത്തെ കഴിഞ്ഞുപോയ തലമുറയെയും നെഞ്ചേറ്റിയതായിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ അവരെ പേര് വലിച്ചിട്ട് അവരെ ജനസമൂഹത്തിലെടുത്ത് ജനമധ്യത്തിലിട്ടുകൊണ്ട് അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകൾ രംഗത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്. ഏതായിരുന്നാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എക്കോ തങ്ങളോടക്കം ഇതുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികം വരുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ പോസ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ട് സമാഹരണവും അതിൻ്റെ പബ്ലിസിറ്റി പരിപാടികളും എല്ലാം കാണുമ്പോൾ കുരുപൊട്ടുന്ന, മാനസികമായി വിഷമിച്ച് പിശാചിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വഭാവവുമായി നടക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ തീർത്തും യഥാർത്ഥ പാന്താവിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈമാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഈ പ്രതിസന്ധി സമയത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം സമസ്തയുടെ ചരിത്രത്തിൽ ഒരു പ്രശ്നമല്ല, പല പ്രശ്നങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എൻ്റെ വോയിസുകളിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് കടമ്പകളും ഒരുപാട് ബഹറുകളും അതുപോലെ തന്നെ നിലയില്ലാ കയങ്ങളും താണ്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും ഞങ്ങൾക്കറിയാൻ, ഞങ്ങൾക്ക് ഒരുപാട് താണ്ടാനുണ്ട്. ഇലാ യൗമുൽ ഖിയാമ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്, യഥാർത്ഥമായ ദീനുൽ ഇസ്ലാം ഇവിടെ കൊണ്ടു നടക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ പാരമ്പര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖറബൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്മതപ്രകാരം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹ മധ്യത്തിൽ താറടിച്ചവരുണ്ട്, സമൂഹ മധ്യത്തിൽ ഭ്രാന്തൻ എന്ന് പറഞ്ഞവരുണ്ട്, സമൂഹ മധ്യത്തിൽ പിന്നെ വാലറ്റവൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചവരുണ്ട്. എന്നിട്ടൊന്നും മതിയാകാത്തതിൻ്റെ പേരിൽ കല്ല് എറിഞ്ഞ് കാലിൽ നിന്ന് രക്തം പൊട്ടിയവരുണ്ട്. അതിനുശേഷം മദീനയിലേക്ക് പോയി മദീനയിൽ സ്വീകരണം നൽകി മദീനയിലുള്ള ജീവിതകാലത്ത് ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അവിടെയും ചില ആളുകൾ, മുനാഫിക്കീങ്ങളായിരിക്കുന്ന ആളുകൾ, കപടവിശ്വാസികളായിരിക്കുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പേരിൽ അവർ പറയും ഞങ്ങൾ യഥാർത്ഥമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളാണെന്ന് അവർ വാ നിറയെ പറയാൻ അവർക്ക് 100 നാക്കായിരുന്നു. പക്ഷേ പ്രവർത്തനം മറ്റൊന്നായിരുന്നു. ഏതുപോലെ എക്കോ തങ്ങൾ പാരമ്പര്യം എന്ന് അടിക്കടി പറയുന്നു. പക്ഷേ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഊർജവും അദ്ദേഹത്തിന്റെ വോയിസും ചെലവാക്കുന്നത് മുഴുവനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എതിരായിക്കൊണ്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾക്ക് എതിരായിക്കൊണ്ടും ആ ഉലമാക്കൾ ഒരു 10 കാശിന് പോലും വകവെക്കാത്ത രൂപത്തിലുള്ളതായിരിക്കുന്ന വോയിസുകളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നില്ലേ? ഇത് തന്നെയാണ് മക്കയിലും അതുപോലെ തന്നെ മദീനയിലും സംഭവിച്ചിരുന്നത്. മക്കയിലും മദീനയിലും സംഭവിച്ചത് തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളിൽ തന്നെ ചില ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ മുത്തുനബിയുടെ ഹയാത്ത് കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിലും സ്വഹാബത്തിനെതിരിലും പ്രവർത്തിച്ച ആളുകളുണ്ട്. അവരൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ പാരമ്പര്യത്തിലാണ്. മുത്തുനബിനെ കാണുമ്പോൾ പറയും ഞങ്ങൾ പാരമ്പര്യത്തിലാണ്. ഏതുപോലെ സയ്യിദുൽ ഉലമയെ അനുസരിക്കാതെ, ആ ബഹുമാനപ്പെട്ട പണ്ഡിത സഭയെ അനുസരിക്കാതെ ഇവർ പറയാണ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ്. 40 മുശാവറ എടുത്തൊരു തീരുമാനം, ആ തീരുമാനം അനുസരിക്കാത്തവർ പറയാണ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ്. എന്താണോ നിങ്ങളെ പാരമ്പര്യം?
നിങ്ങളുടെ പാരമ്പര്യം വാക്കിൽ മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മുനാഫിഖ് എന്ന് പറയപ്പെടുന്ന കപട വിശ്വാസികൾ എന്ന് തീർത്തും പറയപ്പെടാൻ പറ്റുന്ന ഒരു വിഭാഗമായി കൊണ്ട് നിങ്ങൾ അത് പതിച്ചിട്ടില്ലേ? ആയാത്തുൽ മുനാഫിഖ് സലാസ ഇദാ ഹദ്ദസ കദിബ, തൊള്ള പൊളിച്ച നുണ പറയാ. എത്ര തെളിവുകൾ ഞങ്ങൾ എടുത്തു വെക്കണം ഇവിടെ? എത്ര തെളിവുകൾ ഇവിടെ നിരത്തണം? ഓരോ തെളിവുകളും ഇവിടെ നിരത്തി, ഓരോ വോയിസുകളും ഇവിടെ നിരത്തി. 2023 ഒന്ന് പറയാ, 2023 6 മാസം കഴിഞ്ഞാൽ മറ്റൊന്ന് പറയാ, 2024 തുടക്കത്തിൽ വേറൊരു കാര്യം പറയാ, 2024 അവസാനത്തിൽ മറ്റൊന്ന് പറയാ, 2025 തുടക്കത്തിൽ വേറൊരു ആഹ്വാനം, 25 പകുതിയായപ്പോഴേക്ക് മറ്റൊരു ആഹ്വാനം. ഇങ്ങനെ വ്യത്യസ്തമായ വർത്തമാനങ്ങളും വ്യത്യസ്തമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ഞങ്ങൾ സമൂഹത്തോട് ഓരോന്നും ക്ലിപ്പ് സഹിതം വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളത് പുറത്ത് പറയുക തന്നെ ചെയ്യും. അതിൽ നിങ്ങൾ ആരും ബേജാറാകണ്ട. ഇപ്പം ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലാണ്. കാരണം ഞങ്ങൾക്കത് വിജയിപ്പിച്ചെടുക്കണം, സമൂഹത്തിലേക്ക് സമസ്തയുടെ സന്ദേശം എത്തിക്കണം. ഒരുപാട് പദ്ധതികളുണ്ട്. പാവപ്പെട്ട ഞങ്ങളുടെ മുഅല്ലിമീങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 100 വർഷം ഇവിടെ സമൂഹത്തിലേക്ക് എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കണം. ഞങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ മഹാന്മാരായിരുന്ന പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രങ്ങളും മറ്റൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് അത് സമർപ്പിക്കണം. 100 കൂട്ടം ജോലികൾ ഞങ്ങൾക്കുണ്ട്. ഇനി കുറഞ്ഞ മാസമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഇൻഷാ അല്ലാഹ് 100ാം വാർഷികം കഴിയുന്നതോടുകൂടെ കല്ലും മുള്ളും വേർതിരിയുമെന്ന് ഞങ്ങൾക്കറിയാം. അത് വേർതിരിയുന്ന സന്ദർഭത്തിൽ കല്ലേതാണ് മുള്ളേതാണ് എന്ന് കൃത്യമായി സമൂഹത്തോട് ക്ലിപ്പ് സഹിതം പറയാൻ, ക്ലിപ്പ് സഹിതം അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ സബൂർ ചെയ്യുക. ഇന്നല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളുടെ കപടമുഖം സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ആ സന്ദർഭം നിങ്ങളുടെ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തയ്യാറല്ല. ഉള്ള ആളുകൾ നിങ്ങളെപ്പോലെ തന്നെ ഈമാൻ നഷ്ടപ്പെട്ടവരും ദുർബലരും അതുപോലെ തന്നെ ദുന്യവിയായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുമായി ഒരു പറ്റം ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിൽ യാതൊരു തർക്കവുമില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ആഖിർ സമാനാവുമ്പോൾ എൻ്റെ സമുദായം 73 വിഭാഗമാവും, 72 നരകത്തിലായിരിക്കും, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ആ ഒരു വാക്ക് ഇവിടെ പുലരുക തന്നെ വേണം. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ അതിനിവിടെ ആളുകൾ വേണം. അപ്പോൾ ജനമധ്യത്തിൽ ജനങ്ങൾക്ക് അംഗീകാരമുള്ള ആളുകളാവണം അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പോഴേ പിശാചിന്റെ ശർറിലേക്ക് ആളുകളെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി തുറന്നു പറയുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തഴഞ്ഞ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനങ്ങളെ തഴഞ്ഞ്, ആ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ ധിക്കരിച്ച് നിങ്ങൾ എത്ര വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്താലും, എത്ര വലിയതായിരിക്കുന്ന ഉന്നതമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് ഇവിടെ കാണിച്ചാലും, അതൊക്കെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാങ്ക് കേൾക്കുമ്പോൾ ദുറാത്തിട്ട് മണ്ടും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വെള്ളത്തിൽ ഇട്ടതിന് സമമായിക്കേ ഞങ്ങളതിനെ കാണുകയുള്ളൂ എന്ന് താൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് എക്കോ തങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എക്കോ തങ്ങളെ, നിങ്ങളിതും ഇതിലപ്പുറവും കളിച്ചാലൊന്നും സമസ്ത ഇരുത്തേണ്ടോടത്ത് ഇരുത്താൻ നിങ്ങളെ കൊണ്ടോ നിങ്ങളൊരു 1000 ജന്മം ജനിച്ചാലും സാധ്യമല്ല എന്ന് വളരെ വിനയത്തോട് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.